ഹേ ഗായ്സ്, നമുക്കറിയാം നമ്മുടെ ഗസയിലെ യുദ്ധം അവസാനിച്ചു എന്നുള്ള വാർത്ത ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകനായ സ്വാലിഹ് അൽ ജഫ്രാവിക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഗൈസ്. ഒരു വെടിയുണ്ടകൾക്കിടയിൽ നിന്നും ഈ വാർത്ത അവിടുത്തെ ഓരോ വാർത്തയും ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ഭീഷണിക്ക് മുന്നിൽ നിന്നുകൊണ്ടും അദ്ദേഹം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു നാൾ ഞാനും കൊല്ലപ്പെടും എന്നുള്ള ഉത്തമമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ കൊന്നിരിക്കുന്നു സ്വാലിഹിനെ. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അയാളൊരു നല്ല യൂട്യൂബർ ആയിരുന്നു. അതിനുപരി അയാളൊരു എന്താ പറയുക, ടേബിൾ ടെന്നീസറായിരുന്നു. അതിനേക്കാൾ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഓരോ ഖുർആനും മനഃപ്പാഠമാക്കി അദ്ദേഹം ഒരു വലിയൊരു നല്ല ഒരു ഹാഫിൾ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആ തൊട്ട് മുമ്പിൽ ചെറിയൊരു ദൃശ്യമാണ് കഴിച്ചത്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. അള്ളാഹുവിന് നന്ദി പറയുന്ന ഒരു നിമിഷം. وقف الحرب يا الله، يا رب وقف الحرب يا الله، وصب عليهم يا ربنا صوت عذاب، زلزل الأرض من تحت أقدامهم يا الله، من أجل أطفال غزة يا الله، نقول الحمد لله، ونساء غزة يا الله. പക്ഷെ അവൻ്റെ രക്തം ഇപ്പോഴും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. യുദ്ധം അവസാനിച്ചു എന്നുള്ള സത്യം ലോകത്തെ അറിയിച്ച് അത് അനുഭവിക്കാതെയാണ് അദ്ദേഹം യാത്രയായിട്ടുള്ളത്. അത് അവിടുത്തെ ആ ജനതൻ്റെ സന്തോഷം കാണാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. സ്വാലിഹിൻ്റെ കൂട്ടുകാർക്ക് അവൻ്റെ മരണം അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ അലമുറയിട്ട് കരയുകയാണ് ഗൈസ്. ഒട്ടും താങ്ങാൻ പറ്റാത്തതാണ് ഇത് കാണുമ്പോൾ. നമുക്ക് തന്നെ വല്ലാണ്ട് സങ്കടം വരുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടമാലേക്കാണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ